രാക്ഷസ പ്രണയം. രചന, അവതരണം അലങ്കൃത അഭിലാഷ്. ആരതി ഒഴിഞ്ഞിടവൾ മണ്ഡപത്തിലേക്ക് കയറി. നാദസ്വരങ്ങൾ മുഴങ്ങി. അഗ്നികുണ്ഡം എരിഞ്ഞു കത്തി. സ്വർഗതുല്യമായി അലങ്കരിക്കപ്പെട്ട ആ മണ്ഡപത്തിലേക്ക് ഇടവൾ കയറി. അവന്റെ മുഖം സന്തോഷത്താൽ നിറഞ്ഞിരുന്നു. ഈ മോള് കൊള്ളാലോ. കഴുത്തിലണിഞ്ഞിരുന്ന വില കൂടിയ സ്വർണ്ണമാല ചൂണ്ടിക്കാട്ടി മിത്രയുടെ കൂട്ടുകാരി അതിശയത്തോടെ പറഞ്ഞു. മണ്ഡപത്തിൽ നിന്നും ആരോ ഉറക്കി വിളിച്ച് പറയുന്നത് കേട്ടാണ് മിത്രയുടെ കൂടെയിരുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും കണ്ണ് അങ്ങോട്ടേക്ക് പോയത്. എവിടെ എവിടെ? കാണാനും പറ്റുന്നില്ലല്ലോ. ആകാംക്ഷ കാരണം അവനെ കാണാനായി ജനാല വഴി മിത്രയുടെ കൂട്ടുകാർ എത്തി നോക്കിയെങ്കിലും തിരക്കിൽ മറഞ്ഞത് കാരണം ആർക്കും അവനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ എന്നെ എത്തി നോക്കാതെ പോയി കണ്ടിട്ട് വാ പിള്ളേരെ, ഞങ്ങൾ അവിടെ കാണും. വാതിൽക്കൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങി. കാഴ്ചയിൽ തന്നെ മുന്തിയ പണക്കാരെന്ന് തോന്നിക്കുന്നു രണ്ട് സ്ത്രീകൾ. ആണോ? എന്നാ പെണ്ണിനെ ഇറക്കും മുന്നേ ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. മോളെ മിത്രേ, ഞങ്ങൾ നിന്റെ ചെക്കനെ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാവേ. അതോടെ മിത്ര ഒഴികെ ബാക്കി എല്ലാവരും മണ്ഡപത്തിലേക്ക് ഇടവലിനെ കാണാനായി ഓടി. ആ റൂമിൽ മിത്ര മാത്രമായി ഒതുങ്ങി. കണ്ണാടിയിലേക്ക് കണ്ണു നട്ട് തന്റെ ചമയങ്ങൾ നോക്കി നിൽക്കുന്ന മിത്രയുടെ മുന്നിലേക്ക് ആ സ്ത്രീകൾ കയറി വന്നു നിന്നു. അവൾ കണ്ണാടിയിൽ നിന്നും തിരിഞ്ഞ് അവരിലേക്ക് നോക്കി. അവരുടെ നോട്ടത്തിലും ഭാവത്തിലും വല്ലാത്തൊരു നിഗൂഢത നിറഞ്ഞപ്പോഴാണ് മിത്ര ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റത്. നിങ്ങൾ ഭാനുമതി ആന്റിയുടെ റിലേറ്റീവ്സ് ആണോ? മുന്നേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. മിത്രയൊരു സംശയത്തോടെ ചോദിച്ചു. ഒപ്പം അവർ തിരികെ നൽകിയ പുഞ്ചിരി. ആ പുഞ്ചിരി നോക്കി നിൽക്കെ അവരുടെ പിന്നാലെ മുഖംമൂടി അണിഞ്ഞ ആരൊക്കെയോ വന്നു നിന്നു. ഒരു നിമിഷം ആ കാഴ്ച കണ്ടു മിത്ര നടുക്കത്തോടെ നോക്കി നിന്നു. അയ്യോ, കല്യാണ പെണ്ണിനെ കാണാനില്ല. ആരോ ഉറക്കി വിളിച്ചു പറഞ്ഞ ആ ശബ്ദം കേട്ട് ആ കല്യാണ മണ്ഡപമാകെ ഒരു നിമിഷം ഞെട്ടലോടെ വിറങ്ങലിച്ചു നിന്നു. ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്നും അതിശയം നിറഞ്ഞ മുറുമുറുപ്പുകൾ ഉയർന്നതും ഡെവൾ ഒരു നടുക്കത്തോടെ മണ്ഡപത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. അത്രമേൽ തീ പൊള്ളുന്ന കലിയോടെ. വാട്ട്? എന്താ ഇവിടെ നടക്കുന്നേ? തന്റെ കാതുകളിലേക്ക് ചോർന്നെത്തിയ ആ വാർത്ത വിശ്വസിക്കാനാകാതെ അവൻ ഉറക്കേലറി. അപ്പോഴേക്കും കിതപ്പ് മാറാതെ മിത്രയുടെ അച്ഛൻ അവന്റെ അരികിലേക്ക് ഓടി വന്നിരുന്നു. മോനെ മിത്ര മോളെ കാണാനില്ല. ചങ്ക് പൊട്ടുന്ന വേദനയോടെ മിത്രയുടെ അച്ഛൻ നിലത്തേക്ക് തളർന്നിരുന്നു. എന്താ കാണാനില്ലെന്നോ? അതെ മോനെ, ഞങ്ങളെ മുറി മുഴുവൻ നോക്കി, അവിടെ ഇല്ല. അപ്പോഴും ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ നിൽക്കുകയായിരുന്നു ഡെവൾ. ദേവച്ച, ഞാൻ കേൾക്കുന്നെന്താ? മിത്ര എവിടെ പോയെന്നാ? അത് ഈ ലാസ്റ്റ് മിനിറ്റ്. എനിക്കറിയില്ല മോനെ. ഇത്ര നേരം ആ കുട്ടി റൂമിലുണ്ടായിരുന്നതാ. അതിനിടയിൽ എവിടെ പോയെന്നോ എനിക്കറിയില്ല കുഞ്ഞെ. അവൾ എവിടെ പോവാനാ? വല്ലവന്റെയും കൂടെ ഒളിച്ചോടി പോയി കാണും. ആ മണ്ഡപമാകെ ആശങ്കയിൽ നിൽക്കുമ്പോഴായിരുന്നു സാക്ഷാൽ ഭാനുമതിയുടെ ശബ്ദം അവിടെ ഉയർന്നത്. പെട്ടെന്ന് എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്ക് നീങ്ങി. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് കല്യാണ മുഹൂർത്ത സമയത്ത് തന്നെ ഇങ്ങനെ കാണാതാവോ? ഭാനുമതി എന്തെന്നില്ലാത്ത ഉറപ്പോടെ പറഞ്ഞു. എന്തേ പറഞ്ഞത് വിശ്വാസമായില്ലേ? എനിക്ക് എപ്പോഴേ തോന്നിയതാ ഈ കല്യാണത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഈ റിയ പറഞ്ഞല്ലോ എന്തൊക്കെയോ ചുറ്റിക്കളിയുള്ള പെണ്ണാ മിത്രയെന്ന്, അല്ലേടി? ഈ അമ്മയുടെ ഒരു കാര്യം. ഭാനുമതി അടുത്തു നിന്ന് റിയയുടെ കയ്യിൽ നുള്ളിയതും റിയ എല്ലാവരെയും ഒന്ന് ചൂടി നോക്കി. എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. കരഞ്ഞു നിന്ന മിത്രയുടെ അമ്മ ഉടനെ ഭാനുമതിക്ക് നേരെ ചീറി. ഞാൻ എന്ത് അനാവശ്യം പറഞ്ഞു എന്നാ? അവളെ ഏതോ ഒരുത്തന്നെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ചേർന്നൊട്ടിയിരിക്കുന്ന ഫോട്ടോ ഇവളെനിക്ക് കാണിച്ചു തന്നല്ലോ. എന്തേ, അത് അനാവശ്യമല്ലേ? അല്ലേന്ന്? ഭാനുമതി ആ പറഞ്ഞതിന് മാത്രം മിത്രയുടെ അമ്മയുടെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു. അവർ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ച് കണ്ട ദേവൻ ഭാനുമതിക്ക് നേരെ പല്ല് കടിച്ചു. ഈ കാര്യത്തിൽ ഭാനുമതിയോട് ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചില്ല. നീ ഇവിടെ എരുതിയിൽ എണ്ണ കോരിയൊഴിക്കാൻ നോക്കിയാലുണ്ടല്ലോ ദേവച്ച. അടുത്ത നിമിഷം ഉയർന്ന ഡെവിളിന്റെ സ്വരം. അതോടെ ദേവച്ചൻ തെല്ലൊരു ഭയത്തോടെ അവനെ നോക്കി. അപ്പോ മിത്രയ്ക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു അല്ലേ? ഡെവിൾ നിന്ന് തിളയ്ക്കുകയായിരുന്നു. പറ ദേവച്ച, താല്പര്യമില്ലായിരുന്നു എന്ന്? അല്ല മോനെ, ഞാൻ വേണ്ട. ദേവച്ചൻ എന്തോ പറയാൻ തുടങ്ങിയതും ഡെവിൾ ദേവിന് നേരെ വിരലുയർത്തി. ദേവച്ചൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? ദേവച്ചൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ വേഷം കെട്ടിയൊരു ബഫൂണിനെ പോലെ ഇവിടെ വന്നിരുന്നത്? എന്നിട്ട് ഇപ്പൊ എന്താ നടന്നത്? മോനെ ഋഷി, ദേവച്ചൻ വിതുമ്പലോടെ വിളിച്ചു. മതി ദേവച്ച, ദേവച്ചേച്ചി അത് എന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇത്ര
ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോ ദേവച്ചന് തൃപ്തിയായോ? ജീവിതത്തിൽ ആദ്യമായി ഋഷികേശവൻ തല താഴ്ത്തിയപ്പോ ദേവച്ചന് സന്തോഷമായോ? ആയോന്ന്? അവന്റെ ഓരോ ചോദ്യവും മുള്ളു തറഞ്ഞ നീറ്റലോട് ദേവച്ചൻ കേട്ടു നിന്നു. മോനെ, ഞാൻ പറയുന്നതൊന്ന്. ഇല്ല ദേവച്ച, ഇങ്ങനെ ഋഷി ആരനാലും ആർക്കും വേണ്ടിയും അങ്ങനെ തോറ്റു കൊടുക്കില്ല. എന്റെ അച്ഛന്റെ പേര് കൃഷ്ണൻ നായരെന്ന. ഈ കൃഷ്ണമംഗലത്തെ ഋഷികേശവൻ ജീവിതത്തിൽ ആദ്യമായി വരന്റെ വേഷം അണിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവാഹം നടക്കാതെ ഋഷിയും മണ്ഡപം വിട്ടിറങ്ങില്ല ദേവച്ച. അവന്റെ വാക്കുകൾ കേട്ടൊരു നിമിഷം ചുറ്റും കൂടി നിന്നവർ സ്തംഭിച്ചു നിന്നുപോയി. അതേസമയം മറ്റൊരിടത്ത് നിലത്ത് കിടക്കുന്ന ദേവിനി കണ്ണുകളെ മെല്ലെ ചിമ്മി തുറന്നു. അസഹ്യമായ വേദന താങ്ങാൻ കഴിയാതെയാണ് അവൾ നെറ്റിയിലേക്ക് കയ്യമർത്തി മെല്ലെ എഴുന്നേറ്റത്. മുന്നിൽ കണ്ട കാഴ്ച കണ്ടവൾ ഒരു നിമിഷം നിലച്ചു നിന്നു. ഇതെവിടെയാ? ഞാൻ മാറാലയും പൊടിയും നിറഞ്ഞ ഏതോ ഒരു പഴയ കെട്ടിടം. പൊട്ടിപ്പൊളഞ്ഞ എന്തൊക്കെയോ സാധനങ്ങൾ ആ കെട്ടിടത്തിലാകെ അങ്ങിങ്ങായി കിടക്കുന്നു. അവളല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതെവിടെയാണെന്നോ തനിക്കെന്താണോ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ദേവിനി ആ കെട്ടിടം ആകെ നെഞ്ചിടിപ്പോടെ കണ്ണോടിച്ചു. ആകെ കൂടി ഓർമ്മയുള്ളത് കഴിഞ്ഞുപോയ ഇരുണ്ട രാത്രിയിൽ തന്റെ മുന്നിൽ വന്ന ആ കറുത്ത മാസ്ക് വെച്ച മുഖം മാത്രമായിരുന്നു. ഈശ്വര, എന്നെ ആരും ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ എന്ത് ചെയ്യാൻ പോവാ? എനിക്ക് എന്താ സംഭവിക്കുന്നത്? എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ ദേവിനി വിറയലോടെ പുലമ്പി. അവൾ ആദ്യം തിരഞ്ഞത് ആ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള വാതിലായിരുന്നു. ഒരുപാട് അലഞ്ഞ ശേഷം അവളുടെ നോട്ടം ആ ചിതൽ വീണ വാതിലിൽ തട്ടി. രക്ഷപ്പെടണം എന്നൊരൊറ്റ ഉദ്ദേശത്തോടെ അവൾ നേരെ ആ വാതിലിനടുത്തേക്ക് ഓടി. പലതവണ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ദൈവമേ, തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ കൃഷ്ണ. ഒടുവിൽ എല്ലാ ഈശ്വരന്മാരെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടവൾ വാതിൽ വലിച്ചു തുറന്നത് വാതിലിന് പുറത്തു നിൽക്കുന്ന 4-5 ഗുണ്ടകൾ. തുറന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നിന്ന അവർ അവൾക്ക് നേരെ തിരിഞ്ഞു. അവളെ നോക്കി തുറച്ചു നിന്നു. ആ ക്ഷണം ദേവിനിയുടെ ശ്വാസം നിലച്ചു പോയതുപോലെ അവൾക്ക് തോന്നി. ആ ഗുണ്ടകൾ ഒന്നാകെ അവൾക്ക് നേരെ പാഞ്ഞതും ദേവിനി അവർക്കിടയിൽ നിന്നും വഴുതിയോടി. ചുറ്റും എന്തൊക്കെയോ പാഴ്വസ്തുക്കൾ നിറഞ്ഞു കിടക്കുന്നിടം, തുരുമ്പ് പിടിച്ച് ഇരുമ്പ് കമ്പികൾ. അതിനിടയിലൂടെ ദേവിനി മരണവെപ്രാളത്തിലോടി. തൊട്ടു പിന്നാലെ അവരും. പുറത്ത് കത്തുന്ന വെയിലാണ്. ആ പൊള്ളുന്ന വെയിലിൽ അവളുടെ ദേഹം തളരുന്നത് പോലെ അവൾക്ക് തോന്നി. എന്നിട്ടും നിന്നില്ല. അവൾ ഭയന്ന് വിറച്ചിടയ്ക്കിടെ അവരെ തിരിഞ്ഞു നോക്കി അവൾ ഓടിക്കൊണ്ടേയിരുന്നു. ഒരിടവഴിയിലൂടെ ഓടിയവൾ വീതിയുള്ളൊരു റോഡിലേക്ക് കടന്നു. ആ ഗുണ്ടകൾ അവളുടെ തൊട്ടടുത്തെത്തിയിരുന്നു. അപ്പോഴേക്കും ആ റോഡിന്റെ മറുവശത്തെ ക്ഷേത്രത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന അമ്പലമണികളുടെ ഒച്ച അവളുടെ കാതുകളിലേക്ക് ഇരച്ചു കയറിയതും അവളൊരു തളർച്ചയോടെ കിതച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി. കൂടി നിൽക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് അവൾ ഇരച്ചു കയറി. ശ്വാസം കിട്ടാതെ തളർന്നു നിന്നവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ആ ഗുണ്ടകൾ അവിടെ നിന്നും ഭയത്തോടെ തിരിഞ്ഞു പോകുന്നതായിരുന്നു. അവൾ ഒരു ആശ്വാസത്തോടെ നെഞ്ചിലേക്ക് കൈയമർത്തി ശ്വാസമെടുത്തതും, നീ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അത്രമേൽ പരിചയമായ ആ സ്വരം കാതിലൂടെ ഊർന്നു വന്നതും അടുത്ത നിമിഷം ഒരു നടുക്കത്തോടെ ദേവിനെ തിരിഞ്ഞു നോക്കി. മുന്നിൽ കലിതുള്ളി നിൽക്കുന്ന ഡെവിൾ വരന്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി. ഇത് ഡെവിളിന്റെ കല്യാണ മണ്ഡപമായിരുന്നുവെന്നും താൻ ഓടി വന്നെത്തിയത് വീണ്ടും അവന്റെ മുന്നിൽ തന്നെയായിരുന്നുവെന്നും അപ്പോഴാണ് ദേവിനി തിരിച്ചറിഞ്ഞത്. അവളുടെ കണ്ണുകളെ അവൾക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിന്നോട് ഞാൻ പറഞ്ഞതാ എന്റെ കൺമുന്നിൽ വന്നുപോയതെന്ന്. മണ്ഡപത്തിൽ ദേവച്ചനും ഭാനുമതിയും എല്ലാവരും നോക്കി നിൽക്കെ അവൻ അവിടെ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് നീങ്ങി. അല്ല, എനിക്കറിയില്ല. നിർത്തടി, നീ ഇനൊരു അക്ഷരം വിട്ടു പോരുത്. വീണ്ടും എന്റെ ജീവിതത്തിൽ ഭാഗ്യക്കേട് കൊണ്ടുവന്നില്ലേ? നീ കണ്ടില്ലേ നിന്റെ ദോഷം കൊണ്ട് എന്റെ കല്യാണം മുടങ്ങി ഞാനിവിടെ നിൽക്കുന്നേ. ദേവിനെ ഒന്നും മനസ്സിലാകാതെ പകച്ചു നോക്കി. ഡെവിലിന്റെ കല്യാണം മുടങ്ങിയ കാര്യം അവൾ അപ്പോഴാണ് അറിഞ്ഞത്. അവൾ മണ്ഡപത്തിലേക്ക് നോക്കി. ജ്വലിച്ചു കത്തുന്ന അഗ്നിക്ക് മുന്നിൽ മിത്ര ഉണ്ടായിരുന്നില്ല. മോനെ ഋഷി, വേണ്ട. ദേവച്ചനും ഭാനുമതിയും എല്ലാവരും മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി അവന്റെ അടുത്തേക്ക് വന്നു. മോനെ ഋഷി, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനിടയിലേക്ക് പൂജാരി എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞു, മുഹൂർത്തം കഴിയാറായിരിക്കണോ? എന്താ നിങ്ങളുടെ തീരുമാനം? അതുമില്ലെന്ന് വെച്ചാ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. പൂജാരി പറയുമ്പോൾ ഒരു നിമിഷം ഡെവിൾ മൗനമായി നിന്നു. ആ നിശബ്ദതയിൽ എന്തോ ഒരു കനലെരിയുന്നത് പോലെ ദേവിന് തോന്നി. ആർക്കും പിടികിട്ടാത്തൊരഗ്നിപർവ്വതം. പെടുന്നതിനെ എന്തോ തീരുമാനിച്ചുറച്ച ഡെവിൾ ദേവിനിയെ നോക്കി. നിനക്കെന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. എന്നാൽ ദേവിനിക്കോ അവളുടെ കണ്ണുകളിലേക്ക് ഇരുണ്ട കാർമേഘങ്ങൾ ഉരുണ്ടു കയറുന്നത് പോലെ അവൾക്ക് തോന്നി. അവൻ പറയുന്ന വാക്കുകൾക്കും മുന്നിൽ കാണുന്ന കാഴ്ചകൾക്കും ഒരു വ്യക്തതയില്ലാത്ത പോലെ. ആകെ കൂടി ഒരു മങ്ങൽ. മനസ്സിലായില്ലേ?
ഈ കല്യാണം മുടങ്ങാനുള്ള കാരണം നിന്റെ ഭാഗ്യക്കേടാണ്. അപ്പോൾ ഈ കല്യാണം നടത്താനുള്ള എല്ലാ ഉത്തരവാദിത്വവും നിന്റെയാണ്. ആരെന്തു പറഞ്ഞാലും ആരൊക്കെ എതിർത്താലും ഇന്ന് ഈ കൃഷ്ണമംഗലത്തെ ഋഷികേശവന്റെ വധു നീ ആയേ പറ്റൂ ദേവിനി.